ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മലബാർ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഓവൻ ഒന്നും യൂസ് ചെയ്യാതാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പോഞ്ച് കേക്കായ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഞാൻ ബീറ്റർ യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാന് ഗ്രീസ് ചെയ്ത് വെക്കണം. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ പാന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഓയിലാക്കിയിട്ട് കോക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ താഴെ മാത്രമേ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ താഴെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇത് വെക്കണമെന്നില്ല. ഇതില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് ഈ പാനിൽ നിന്ന് സെപ്പറേറ്റ് ആയി വന്നോളൂ. അപ്പോൾ ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു ബൗൾ എടുക്കുക, പിന്നെ ഒരു അരിപ്പയും എടുക്കുക. എന്നിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദയും 1/4 കപ്പ് കോക്കോ പൗഡറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ എത്രത്തോളം അരിക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേക്ക്. ഇനി ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പറയാം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ മാത്രം എടുത്താൽ മതി. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ബേക്കിംഗ് സോഡ മാത്രം എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 തവണ അരിച്ചെടുക്കുന്നുള്ളൂ. 1 തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വിസ്കോ വെച്ചിട്ട് നമ്മുടെ ഈ ഡ്രൈ മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്താലാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരാനും, പിന്നെ ചില കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഓയിലി പോലെയൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സിങ്ങിൻ്റെ കുറവാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഈ കേക്ക് നമ്മൾ ബീറ്റർ ഇല്ലാതെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പാലാണ്. 1/4 കപ്പോളം പാല് ചേർക്കണം. ലൂക്ക് വാം മിൽക്കാണ് ചേർക്കേണ്ടത്. അതായത് ചെറിയ ചൂട് വേണം. ചെറിയ ചൂടുള്ള പാല് ചേർക്കുക. ഇനിയിപ്പോൾ പാല് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 1/4 കപ്പോളം വെള്ളം എടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തില്ലേ, അതിലേക്ക് 1/2 കപ്പോളം മിൽക്ക് പൗഡർ ചേർത്താൽ മതി. അപ്പോൾ അത് ടാലിയായി മാറി. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വാനില എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾ 1.25 to 1.5 കപ്പ് വരെ എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോഫി മിക്സ് ചേർക്കുന്നുണ്ട്. കോഫി മിക്സ് എങ്ങനെ തയ്യാറാക്കിയെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആകുന്നത് വരെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റാം. ഇനി ഈ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3-4 പാർട്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ പതിയെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇത് നന്നായിട്ട് പതിയെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം.
അപ്പോൾ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോവാനായിട്ടാണ്. അപ്പോൾ ഞാൻ പാൻ ഇവിടെ ഒരു 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ വിപ്പിംഗ് ക്രീം ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നത്. ഇത് ഓൾറെഡി മധുരമുള്ള ക്രീം ആയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗർ ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ കേക്കിലും അത്യാവശ്യം കുറച്ച് കൂടുതൽ മധുരം ഇട്ടിട്ടുണ്ട്, അപ്പോൾ എക്സ്ട്രാ ഷുഗർ ഞാൻ ക്രീമിൽ ചേർക്കുന്നില്ല. ഇനി ഇത് സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാതെ വിപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, താല്പര്യമുള്ളവർ പോയിട്ട് കാണുക. അപ്പോൾ ഇത് ഏകദേശം സ്റ്റിഫ് പീക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോക്കോ പൗഡർ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 125 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, ഇതുപോലെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ ക്രീം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒരല്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒരു കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ നമ്മൾ നേരത്തെ കോക്കോ പൗഡർ വെച്ച് ബീറ്റ് ചെയ്ത ആ ക്രീം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മാത്രം ഡെക്കറേറ്റ് ചെയ്താലും കുഴപ്പമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഒന്നും കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ലൈറ്റ് കളറിന് മേലെ ഒരു ഡാർക്ക് ഷെയ്ഡ് വന്ന ഒരു പ്രത്യേക ഭംഗിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി കേക്കിൻ്റെ മേലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാനായിട്ട് ഞാനിവിടെ ഒരു നമ്മൾ നേരത്തെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തില്ലേ, അത് ബട്ടർ പേപ്പറിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ നെയിമൊക്കെ എഴുതുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ കേക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഷിഫാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയെന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് 35 മിനിറ്റ് ആണ് എനിക്ക് ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം. അതിപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും. ചിലപ്പോൾ അത് 40 മിനിറ്റ് ആവാം, 45 മിനിറ്റ് ആവാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കോഫി മിക്സ് ഇല്ലേ, ചൂടുവെള്ളത്തിൽ കലക്കിയ കോഫി മിക്സ്, അത് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാരയും 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടും നമ്മുടെ കേക്കിന്. ഇനി ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒന്നുകൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേർക്കുക. അതില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല, ഇങ്ങനെ ചേർത്താലും മതി. ഇതിപ്പോൾ പാല് ഓൾറെഡി ബോയിൽഡ് മിൽക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ബോയിൽഡ് മിൽക്ക് അല്ലെങ്കിൽ നിങ്ങൾ പാല് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ടൊരു കേക്ക് ബോർഡ് എടുക്കുക, അതിലേക്ക് ഒരല്പം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ കേക്ക് ഇളകിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ കേക്ക് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഷുഗർ സിറപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവും. പിന്നെ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിച്ചായിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയത്. ഇനിയിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയില്ലെങ്കിൽ നമ്മൾ സാധാ തയ്യാറാക്കില്ലേ, പാലൊന്നും ഇല്ലാതെ സാധാ വെള്ളത്തിൽ ഷുഗറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇനി ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്യുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീം വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ക്രീം വെച്ചിട്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് ആ എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് തുടച്ച് മാറ്റണം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആ നെയിം ബോർഡ് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ നെയിം ബോർഡ് കിട്ടി. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ആ ഡാർക്കായിട്ട് ചെയ്ത ക്രീം ഉണ്ടല്ലോ, വിപ്പ് ക്രീം, അതിൻ്റെ മുകളിൽ അത് നമുക്കിതുപോലെ റൊസറ്റ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്ത ആ വിപ്പ് ക്രീം ഉണ്ടല്ലോ, സാധാ വിപ്പ് ക്രീം, അത് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഫ്ലവറൊക്കെ വരച്ചു കൊടുത്താൽ മതി. ഇത് ഒന്നും കൂടെയും കേക്ക് അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിൻ്റെ മുകളിൽ വന്നാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ അല്ലേ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ME_Malabar എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത്. എല്ലാം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ റെസിപ്പീസായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.